വേദന തോന്നുന്നുണ്ടോ? ഇല്ല. ഇതിനോ? തൊടുന്നതറിയാം, പക്ഷേ വേദനയില്ല. ഇനി കൈ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആ, കൈ ഒന്ന് മടക്കി നോക്കൂ. ഇത്രേ പറ്റുന്നുള്ളൂ. കുറച്ചുകൂടെ നിവർത്താൻ ശ്രമിക്കൂ. ഇതിൽ കൂടുതൽ നിവർത്താൻ വയ്യ. ആ, ഇത്രയൊക്കെ ആയില്ലേ? സാവധാനം ശരിയായിക്കൊള്ളൂ. കാലിന്റെ കാര്യത്തിലേ ഇത്തിരി ആശങ്കയുള്ളൂ. വേദന അറിഞ്ഞു തുടങ്ങിയാൽ രക്ഷപ്പെട്ടൊന്ന് കരുതാം. കാല് രണ്ടും ശരിയായാലും എനിക്കിവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഇതിരെ എണീറ്റ് നടക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ പോരെ? ഈ അവസ്ഥയിൽ അത് തന്നെ വലിയ നേട്ടമാണ്. വൈദ്യരെ, ഇവിടെ അടുത്തെവിടെ പോലീസ് സ്റ്റേഷനുള്ളത്? പുതൂര. ഇവിടെ അടുത്തൊന്നുമില്ല. പഴശ്ശിനി പുഴ കടന്ന് അക്കരെ കയറണം. കുറെ ദൂരമുണ്ട്. പയസ്വിനി പുഴയോ? അതേത് പുഴ? ചന്ദ്രഗിരി പുഴ. ഇവിടെ അതിന് പഴശ്ശിനി എന്ന് പറയും. എണീറ്റ് നടക്കാനായിട്ട് ഇനിയും നാള് വേണ്ടി വരുമോ വൈദ്യരെ? അത് തീർത്തു പറയാൻ പറ്റില്ല. കാല് രണ്ടും ശരിയായി വരണ്ടേ? ഇപ്പോ അടിച്ചാൽ പോലും വേദന അറിയുന്നില്ലല്ലോ. അതൊക്കെ മാറി ചെറിയ സ്പർശനം പോലും അറിയാറാവണം. പിന്നെ സന്ധികളൊക്കെ വഴങ്ങിത്തുടങ്ങണം. ധൃതി കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. വൈദ്യർക്ക് മൊബൈൽ ഫോണില്ലേ? ആ സാധനം ഇതുവരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. എന്റെ മക്കൾക്കൊക്കെ ഉണ്ട്. എങ്കിൽ എനിക്കൊരു ഫോൺ കൊണ്ടും തരാമോ? യോ, അതൊന്നും പറ്റില്ല. ചോദിക്കുന്ന പണം തരാം. എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താനായിട്ട് വൈദ്യർക്ക് മാത്രമേ പറ്റൂ. ഒരു ഫോൺ എത്തിച്ചു തന്ന എന്താ കുഴപ്പം? പറ്റില്ല, അത്ര തന്നെ. വൈദ്യരെ, പണം. എന്താ ഇവിടെ സംസാരം? ഏയ്, ഒന്നുമില്ല. ഇനി കാലിന്റെ ചികിത്സ അങ്ങോട്ട് തുടങ്ങാം. അതെ, ഞാൻ പിന്നെ വിളിക്കേ. ഇടം, നീ ഇവിടെ കൂടെ ജീവിക്കാൻ വ്രതം എടുത്തിരിക്കണോ? എന്ത് ചെയ്യാനാ ചേച്ചി? യതി ഇതുവരെ തിരിച്ചു വന്നില്ല. അത് അന്വേഷിച്ച് ആഴ്ച തോറും ഇങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം? ഇവിടെയാണോ യതി ഇരിക്കുന്നത്? ചേച്ചിയോട് ഞാനൊരു സത്യം പറയട്ടെ. സത്യം ബോധിപ്പിക്കാൻ ഇതെന്താ കോടതിയാണോ? തന്റെ സത്യം കള്ള ഒന്നും എനിക്ക് കേൾക്കണ്ട. ചേച്ചിയോടല്ലാതെ വേറെ ആരോട് പറയാനാ ഞാൻ? ഇതൊക്കെ എന്നോട് പറയും. ഞാനും നീയും തമ്മിൽ എന്താണ് ബന്ധം? ഇങ്ങനെയൊക്കെ അല്ല ചേച്ചി മനുഷ്യർ തമ്മിൽ ഓരോ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. നിനക്ക് ബന്ധുത അന്വേഷിച്ച് വരാൻ പറ്റിയ സ്ഥലം ഇതല്ല. ഇത് പാലപ്പടിക്കൽ തറവാടാ. ഞാൻ പോലീസിൽ ഒരു കടലാസ് കൊടുത്താ ഈ തറവാട്ട് മഹിമയൊക്കെ അങ്ങ് തീരും ചേച്ചി. പറഞ്ഞില്ലെന്ന് വേണ്ട. ആദ്യം ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടേ രാഘവൻ എന്തും ചെയ്യൂ. നീ കൊണ്ട് പരാതി കൊടുക്കടാ. കണ്ണൂരിൽ നിന്ന് ഒരുത്തൻ ചെങ്ങന്നൂര് വന്ന് ഇവിടെയുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നോ? യതിയുടെ പേരും പറഞ്ഞ് നീ ഇതുവരെ എന്റെ മോന്റെ കയ്യിൽ നിന്ന് കാശ് എത്രയാടാ വാങ്ങിയത്? ഞാൻ കണക്കൊന്നും എഴുതി വെച്ചിട്ടില്ല ചേച്ചി. അല്ലെങ്കിൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് തുകയൊന്നുമില്ല. ഹരിസാറില്ലേ അവിടെ? അങ്ങനെ കണക്കില്ലാതെ കൊടുത്തുവിടാൻ ഇവിടെ പണം കഴിക്കുന്ന മരമൊന്നുമില്ല. നീ കൊണ്ടേ കേസ് കൊടുക്കടാ. എന്തായാലും എന്റെ മോൻ യതിയെ തിന്നിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ ഹരിസാറ് കാരണമാ യതിയെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഒരാളെ കാണാനില്ലെന്ന് പറഞ്ഞാ അത് നിസ്സാര കാര്യമാണോ ചേച്ചി? എടാ, യതിയെ കാണാനില്ലെങ്കിൽ നീ ബന്ദിപ്പൂര് പോയി അന്വേഷിക്കേ. അവിടെ വനാണെന്നല്ലേ പറഞ്ഞത്? നിന്റെ യതിയെ ചിലപ്പോ ആന ചവിട്ടി കൊന്നു കാണും, അല്ലെങ്കിൽ പുലി പിടിച്ചു നിന്ന് കാണും. അങ്ങനെയൊന്നും അല്ല ചേച്ചി സംഭവം. യതിയെ കൊന്നു, അത് സത്യ. പക്ഷേ അത് ആനയും പുലിയൊന്നുമല്ല, മനുഷ്യന് തന്നെയാ. ആര് കൊന്നു? ഏതായാലും ഹരിയല്ലല്ലോ അത് ചെയ്തത്. പക്ഷേ ഹരിസാറ് കാരണമാണല്ലോ ഒക്കെ സംഭവിച്ചത്.
ജീവനോടെ ഉണ്ടെങ്കിൽ യതി കണ്ണൂർ കടപ്പുറത്ത് വന്നേനെ. വരാതിരിക്കാൻ അവന് പറ്റത്തില്ല. എടോ അവൻ വല്ലയിടത്തും ഒളിച്ചു നടക്കുകയാണെങ്കിലോ? പെണ്ണും പടക്കൊഴിയൊന്നുമില്ലാത്തവനല്ലേ? ഉണ്ട് ചേച്ചി, അവനൊരു പെണ്ണുണ്ട്. കല്യാണം കഴിച്ചില്ലെങ്കിലും കഴിച്ച പോലെ അവര് തമ്മിലുള്ള ഇടപാട്. കണ്ണൂർ ഒരു വീട് വാടകയ്ക്കെടുത്ത് യതി അവളെ അവിടെ താമസിപ്പിച്ചിരിക്കുക. അവൾക്കൊരു കൊച്ചുണ്ട്. അവരെ പോറ്റുന്നതും ചെലവിന് കൊടുക്കുന്നതും ഒക്കെ യതിയാ. അവിടെ പോലും യതി വന്നിട്ടില്ല. അപ്പോ എന്താ അതിന്റെ അർത്ഥം? ആ, അവൻ വേറെ ഏതെങ്കിലും നാട്ടിലെ ഇതുപോലെ വേറെ ഒരുത്തിയെ സംഘടിപ്പിച്ച് അവിടെ കൂടിക്കാണും. യതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ചേച്ചി. നീരെന്നറിയുള്ളവനാ. ആ പെണ്ണെന്ന് പറഞ്ഞ അവന് ജീവനായിരുന്നു. ജയിലിൽ കിടന്നാൽ പോലും വാർഡർമാർക്ക് കൈക്കൂലി കൊടുത്ത് അവൻ പുറത്തു ചാടി അവളെ കാണാൻ വരും. അതാ സ്നേഹം എന്ന് പറയുന്നത്. ഓ, മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലാൻ മടിയില്ലാത്തവനാ സ്നേഹം. വാടക കൊലയാളിയുടെ നേരെ നെറിയൊന്നും എന്റെ അടുത്ത് പറയണ്ട. കൊല്ലിക്കുന്നവരുടെ സ്വഭാവവും അത് തന്നെയല്ലേ ചേച്ചി? ചേച്ചിയുടെ മോനല്ലേ യതിക്ക് കൊട്ടേഷൻ കൊടുത്ത് ആ തമ്പി എന്ന് പറഞ്ഞവനെ കൊല്ലിച്ചത്? ഹാ, ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുമായിരുന്നു. വാ. വരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എന്നെ വെറും കൈയോടെ പറഞ്ഞു വിടരുത്. ഇല്ല, അകത്തേക്ക് വാ. ഹാ, എന്നാ വരാം. വാ. ഇവനാണ് നമ്മുടെ പ്രധാന ശത്രു. ഹാ, എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെന്നോ? എവിടെ വെച്ച്? കണ്ണൂർ വന്നിട്ടുണ്ടായിരുന്നു. കണ്ണൂരിൽ ഇയാൾ എന്തിനു വന്നു? എന്നെ കാണാൻ. നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും ഇയാൾക്ക് കണ്ണൂർ വന്ന് ചേട്ടനെ കാണേണ്ട കാര്യമുണ്ട്. ഇത് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ അല്ലേ? ക്രൈംബ്രാഞ്ച് CIO? അങ്ങനെയാ എന്റെ അടുത്ത് പറഞ്ഞത്. ഇതിയെ കാണാതായ കേസ് അന്വേഷിക്കുന്ന ആളാണെന്ന്, എന്നെ ചോദ്യം ചെയ്യാൻ വന്നതാണെന്നും പറഞ്ഞു. എന്നിട്ട് ചോദ്യം ചെയ്തോ? ചോദ്യം ചെയ്തോന്നോ? കൊള്ളാം, എന്നെ വിരട്ടി കളഞ്ഞില്ലേ? എന്തൊക്കെ ചോദിച്ചു അയാള്? എല്ലാം ചോദിച്ചു. യതിയുടെ കാര്യങ്ങൾ മുഴുവനും എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ചതിച്ചോ? എന്തൊക്കെ പറഞ്ഞു കൊടുത്തു ഇയാള്? ബന്ദിപ്പൂർ യതിയെ കാണാതായതും നിങ്ങൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസ തരുന്നതും നരേന്ദ്രൻ തമ്പി എന്ന് പേരുള്ള ഒരാളെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ യതിക്ക് കൊട്ടേഷൻ കൊടുത്തതും എല്ലാം പറയേണ്ടി വന്നു. ഇയാൾ എന്തൊരു മന്ദബുദ്ധിയാണോ? അയാള് യൂണിഫോമിലായിരുന്നോ രാഘവട്ടനെ കാണാൻ വന്നത്? അല്ല. പോലീസിന്റെ വണ്ടിയിലാണോ വന്നത്? അല്ല. പിന്നെ എങ്ങനെ മനസ്സിലായി ക്രൈംബ്രാഞ്ച് CI ആണെന്ന്? മട്ടും മാതിരിയും നിൽപ്പും ചോദ്യം ചെയ്യലും കണ്ടപ്പോ എനിക്ക് ശരിയാണെന്ന് തോന്നി. ഞാൻ ആദ്യം ഓർത്തത് SP ആണെന്നാ. അതിനുള്ള ഉരുപ്പടിയൊക്കെ ഉണ്ട്. ക്രൈംബ്രാഞ്ച് CI ആണെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞ ഉടനെ അതങ്ങ് വിശ്വസിക്കുകയാണോ ഇയാള്? എന്നെ പലതരത്തിൽ വിളിക്കല്ലേ. ചിലപ്പോ ചേട്ടാന്ന്, ചിലപ്പോ ഇയാളെന്ന്, ചിലപ്പോ എടാ പോടാന്ന്. എന്റെ മൂടനുസരിച്ചാണ് ഞാൻ വിളിക്കുന്നത്, അല്ലാതെ ഇയാളുടെ വലിപ്പം കണ്ടിട്ടൊന്നുമല്ല. സാറേ, അയാള് വന്ന് സംസാരിച്ച രീതി കണ്ട ഇപ്പൊ സാറാണെങ്കിൽ വിശ്വസിച്ചു പോവും. DYSP ആണെന്ന് പറഞ്ഞാലും വിശ്വസിക്കും. ID കാർഡ് കാണിക്കാൻ പറയണമായിരുന്നു. എന്റെ സാറേ, എനിക്കാകെപ്പാടെ ഒരു കാർഡേ പരിചയമുള്ളൂ, അത് റേഷൻ കാർഡാ. എടോ, അയാൾ തന്നെ പറ്റിച്ചു. ഇത് ക്രൈംബ്രാഞ്ച് CIO SP ഒന്നും അല്ല, അധോലോക ഗുണ്ടയാ. ഗുണ്ടയോ? ഇയാളോ? അതേടോ, തന്റെ യതിയേക്കാൾ വലിയ വാടക കൊലയാളി. നരേന്ദ്രൻ തമ്പിയുടെ ആൾക്കാർ മുംബൈയിൽ നിന്ന് വിളിച്ചു വരുത്തിയതാ യതിയെ കൊല്ലിക്കാൻ. കണ്ടാ തോന്നില്ലല്ലോ. ദേ, ഈ നെറ്റിയിലെ വെട്ട് കണ്ടോ? വടിവാളിന് വെട്ട് കിട്ടിയതാ. മുംബൈയിലെ കൊട്ടേഷൻ മുഴുവൻ ഇയാൾക്കാ. ഇയാളാ യതിയെ തട്ടിക്കൊണ്ടുപോയത്. ആ വിവരം തനിക്കറിയോ? എങ്ങോട്ട് കൊണ്ടുപോയി? ആർക്കറിയാം, കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി വേഷം കെട്ടി നടക്കുക. നരേന്ദ്രൻ തമ്പിയെ കൊന്നത് യതിയാണെന്ന് മനസ്സിലായപ്പോ ഇവൻ യതിയെ തട്ടി.
തമ്പി ഇയാളും തമ്മിൽ വലിയ ദോസ്തായിരുന്നു. മുംബൈയിലെ ഏറ്റവും വലിയ കൊട്ടേഷൻ ടീം ഇവരുടേതായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാനെല്ലാം പറഞ്ഞു പോയല്ലോ. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ ഇവനെ തട്ടണം. ഇല്ലെങ്കിൽ ഇവൻ നമ്മൾ ഓരോരുത്തരെയായിട്ട് കൊല്ലും. നരേന്ദ്രൻ തമ്പിയെ കൊല്ലാൻ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയാ അവൻ ക്രൈംബ്രാഞ്ചിന്റെ വേഷം കെട്ടി വന്നത്. നിങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തല്ലോ. ഇപ്പൊ അവൻ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി കാണും. ഹിറ്റ് ലിസ്റ്റോ? കൊല്ലേണ്ടവരുടെ പേര് ഒരു വെള്ള കടലാസിൽ ഒന്നിന് താഴെ ഒന്നായി നമ്പർ 8 എഴുതി വെക്കും. എന്നിട്ട് ആ ലിസ്റ്റ് അനുസരിച്ച് ഓരോരുത്തരെയായിട്ട് തട്ടും. എന്നിട്ട് തട്ടിയവരുടെ പേരിന് മീതെ ചുവന്ന മഷി കൊണ്ട് വരക്കും. അതിന്റെ പേരാ ഹിറ്റ് ലിസ്റ്റ്. ആ ലിസ്റ്റിൽ എന്റെ പേരുണ്ടാവോ സാറേ? സംശയം എന്താ? എത്രാമത്തെ നമ്പർ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം. എന്റെയൊക്കെ പേര് പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്. 1ാമത്തെ പേര് യതിയുടേതായിരുന്നു. യതിയെ തട്ടി. ഞാൻ കണ്ണൂരോട്ട് തിരിച്ചു പോയിക്കൊള്ളാം. അങ്ങനെ പോയാൽ ശരിയാവത്തില്ല. എവിടെ പോയാലും അവൻ പുറകെ തെരഞ്ഞു വന്ന് തട്ടും. ഒരു ഈച്ച പോലും അറിയില്ല. അവന്റെ ഹിറ്റ് ലിസ്റ്റിൽ നിന്നും രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ അത്? നമ്മൾ ആദ്യം അവനെ തട്ടുക. അതിന് ഏറ്റവും പറ്റിയ ആള് രാഘവേട്ടനാണ്. ചുമ്മാതല്ല, യതിക്ക് കൊടുത്തതിന്റെ ഇരട്ടിപ്പണം തരുന്ന. നമ്മുടെ ജീവനല്ലേ അവന്റെ ജീവനേക്കാൾ വലുത്? ആണോ? അപ്പോ May I come in? Yes, welcome. ഈ ഓഫീസിൽ കയറി വരാൻ ശിവജിക്ക് ആരോടെങ്കിലും അനുവാദം ചോദിക്കണം. മാം സാബ്, ഓരോ സ്ഥാനത്തിനും പദവിക്കും അതിൻ്റെതായ മര്യാദയും വിലയുമുണ്ട്. അത് പാലിച്ചല്ലേ പറ്റൂ. ശിവജി ഇരിക്കെ. ആ, എന്താ ശിവജിയുടെ അടുത്ത പ്ലാൻ? പാലപ്പടിക്കൽക്കാരെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ ഇനിയും മടിക്കേണ്ട കാര്യമില്ല മാം സാബ്. നിയമപരമായി നമുക്കത് സാധിക്കുമെന്നാണല്ലോ അർജുൻ പറഞ്ഞത്. ഞാൻ അർജുനേട്ടനെ വിളിക്കാം. ഹലോ അർജുനേട്ടാ, ഇവിടം വരെ ഒന്ന് വരൂ. ആ, ഇപ്പൊ വരാം. ശത്രുവിനോട് ദയ പാടില്ലെന്ന ഞങ്ങളൊക്കെ പഠിച്ച 1ാമത്തെ പാഠം. ശത്രുവിന്റെ ഏറ്റവും ദുർബലമായ ഭാഗത്ത് ആക്രമിക്കുക എന്നുള്ളത് 2ാമത്തെ പാഠം. വരൂ. അർജുനേട്ടനെ ഇരിക്കെ. പാലപ്പടിക്കൽ വീട് ഉടൻ തന്നെ പിടിച്ചെടുക്കണമെന്നാ ശിവജി പറയുന്നത്. അവരുമായിട്ടുള്ള ഡീഡ് അനുസരിച്ച് നമുക്കതിപ്പോൾ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുവരെ അവർ പണമോ പലിശയോ തിരിച്ചടച്ചിട്ടില്ലല്ലോ. ഒറിജിനൽ ആധാരം ഉൾപ്പെടെ അവരുടെ പ്രോപ്പർട്ടിയുടെ എല്ലാ പ്രമാണങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാ അർജുൻ നമ്മളിനി വൈകുന്നത്? ശത്രുവിനെതിരെ ആഞ്ഞടിക്കാൻ നമുക്കൊരു ചാൻസ് കിട്ടിയാൽ ആദ്യത്തെ അവസരത്തിൽ തന്നെ അത് ചെയ്യണം. ശിവജി പറയുന്നതാ ശരി. പ്രത്യക്ഷത്തിൽ പാലപ്പടിക്കൽക്കാർക്ക് മറ്റാസ്തികളൊന്നുമില്ലെന്ന് തോന്നിയേക്കാം. പക്ഷെ 1-2 കോടി ലിക്വിഡ് മണിയായിട്ട് എടുക്കാൻ പറ്റുന്നവനാ ചന്ദ്രമോഹൻ. ഫിനാൻസിൽ നിന്ന് മാത്രം അയാൾ വെട്ടിച്ചെടുത്ത തുക 1.5 കോടിയോളമുണ്ട്. പണം ദൂർത്തടിക്കുന്ന സ്വഭാവ കാരണമൊന്നുമല്ല അയാൾ. എവിടെയെങ്കിലും രഹസ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ചെറിയമ്മയെ സഹായിക്കാൻ വേണ്ടി ഇത്രയും തുക അയാൾ മുടക്കുമോ? സഹായിക്കാനല്ല അമ്മു, ഈ അവസരം മുതലാക്കിയാൽ പാലപ്പടിക്കൽ തറവാട് അയാളുടെ കയ്യിലിരിക്കില്ലേ? പിന്നീട് ഏത് നിമിഷം വേണമെങ്കിലും സുധർമ്മയും മക്കളെയും അയാൾക്ക് ആ വീട്ടിൽ നിറക്കി വിടാം. അങ്ങേറ്റത്തെ കൗശല ബുദ്ധിക്കാരനാ ചന്ദ്രമോഹൻ. അങ്ങനൊരു
സാധ്യതയുണ്ടല്ലേ? എങ്കിൽ നമ്മൾ എന്തിനാ മാം സാബ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നത്? ഇറക്കി വിട്ട അവരെങ്ങോട്ട് പോകും ശിവജി? പെരുവഴിയല്ലാതെ അവർക്ക് വേറെ ആശ്രയമൊന്നുമില്ലല്ലോ. അമ്മൂനെ ദ്രോഹിച്ചപ്പോ സുധർമ്മ ഇതുവല്ലം ചിന്തിച്ചോ? ഇല്ലല്ലോ. അമ്മൂന്റെ അടുത്ത് അവരല്പമെങ്കിലും കരുണ കാണിച്ചിട്ടുണ്ടോ? എല്ലാത്തിനുപരി അമ്മൂന്റെ അച്ഛനെ കൊന്നവരാണ് വീട്ടിലുള്ളതെന്ന് മറക്കരുത്. അവർക്ക് സുഖമായി വാഴാൻ ആ വീട് സ്ഥലവും നീ വിട്ടുകൊടുക്കണോ? ശത്രുക്കളോട് ദൈവം സെന്റിമെന്റ്സ് ഒന്നും പാടില്ല മാം സാബ്. അതിന്റെ ഫലം നമ്മൾ കൂടുതൽ പ്രബലനായ ഒരു ശത്രുവിനെ സൃഷ്ടിക്കുക എന്നത് മാത്രമാണ്. ചെറിയമ്മയോടോ അവരുടെ മകനോടോ എനിക്ക് യാതൊരുവിധ സെന്റിമെന്റ്സും ഇല്ല. പക്ഷേ ആ വീട്ടിൽ എന്റെ കൂടപ്പിറപ്പുകളും ഉണ്ടല്ലോ. അവരെ ദ്രോഹിക്കാൻ എനിക്ക് മനസ്സ് വരില്ല. പക്ഷേ അവരും പലതും പഠിക്കാനുണ്ട്. അതിനുള്ള അവസരം അവർക്ക് കിട്ടണം. വെറും കൈയോടെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ എല്ലാവരും എല്ലാ പാഠവും പഠിക്കും മാം സാബ്. അത്രയും വേണ്ട ശിവജി. അവർക്ക് വേണ്ടി ആദ്യം മറ്റെന്തെങ്കിലും ഒരു വഴി തുറന്നിടാം. അത് കഴിഞ്ഞിട്ട് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന കാര്യം ആലോചിക്കാം. അതൊന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് പോവാനൊരു വഴി, അത് കഴിഞ്ഞിറക്കി വിടാൻ. അരമണിക്കൂർ കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൽ ദേഹം നനച്ചു തുടയ്ക്കണം. തോർത്ത് നനച്ചു തുടച്ചാലും മതി. ശരി. സോപ്പ് വേണ്ട, പയറുപൊടി ഉപയോഗിച്ചാൽ മതി. ശരി. എങ്ങനെയുണ്ട് വൈദ്യരെ? എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇയാൾ എണീക്കോ അതോ വെട്ടിയിട്ട വാഴ പോലെ ഇങ്ങനെ കിടക്കുകയുള്ളൂ? വളരെ മാറ്റം കാണുന്നുണ്ട്. എണീക്കും. എല്ലാം ശരിയാവാൻ ചിലപ്പോൾ കുറച്ച് വൈകിയേക്കും. കാലിൻ്റെ ഒടിഞ്ഞ എല്ല് പിടിച്ചിട്ട ആൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നൊരു സംശയമുണ്ട്. ചിലപ്പോൾ ഇടത്തെ കാലിന് അല്പം നീളക്കുറവ് വരാൻ സാധ്യതയുണ്ട്. കഷ്ടിച്ച് 1 സെന്റിമീറ്റർ. അപ്പം മുടന്തു വരില്ലേ വൈദ്യരെ? ആ കാലിൽ വെയിറ്റ് ഇട്ട് കുറച്ച് നാൾ കിടന്നാൽ മതി. അല്ലെങ്കിൽ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള മുടന്തൊന്നും വരാൻ സാധ്യതയില്ല. വൈദ്യർ പോയിക്കോളൂ. നരേന്ദ്രൻ തമ്പി, നിനക്കെന്ത് തോന്നുന്നു? എഴുന്നേറ്റ് നടക്കാമെന്ന വിശ്വാസമുണ്ടോ? ഞാൻ എണീക്കും സദാനന്ദ. തമ്പിക്കിങ്ങനെ വീണ് കിടക്കാൻ വയ്യ. ഒന്നുകിൽ എണീക്കും, അല്ലെങ്കിൽ ചാകും. ധൃതി പിടിക്കണ്ട, സമയം ധാരാളമുണ്ട്. നരേന്ദ്രന്റെ വളർത്തുനാൾക്ക് പ്രായപൂർത്തിയാവാൻ ഇനി എത്ര മാസം കൂടി ഉണ്ടെന്നാ പറഞ്ഞത്? എനിക്കറിയില്ല. നീ പറയണ്ട, എനിക്കറിയാം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് യാതൊരു ലാഭവുമില്ലാത്തൊരു കാര്യത്തിന് ഞാൻ ഇത്രയേറെ ബുദ്ധിമുട്ടോ? അത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതിയല്ലോ. എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ലാഭവും കിട്ടാൻ പോണില്ല.
കൽപ്പന വിചാരിച്ചിട്ട് നടന്നില്ല. പിന്നെ അവളുടെ ചേച്ചിയും ഭർത്താവും. നടക്കോ ഇല്ലയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. യോജിച്ചു നിന്നാൽ നരേന്ദ്രൻ തമ്പി ഞാൻ നിന്റെ മിത്രമാണ്, പിണങ്ങിയാൽ നിന്റെ ഏറ്റവും വലിയ ശത്രുവും. നിന്നെ രക്ഷപ്പെടുത്തിയത് ഞാനല്ലേ? യതി നിന്നെ അവിടെ തന്നെ പുഴയിൽ കെട്ടിത്താഴ്ത്താൻ ഒരുങ്ങുകയായിരുന്നു, പാതി ജീവനോടെ. ഇതിലെല്ലാം എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. ഞാൻ ബന്ദിപ്പൂരുണ്ടെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു?